ഇന്ന് അരൂപി സിനിമയുടെ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും വരുന്നുണ്ട്. അതിനെ പറ്റി 2 വാക്ക്. ഇന്ന് അത് ഇറക്കിയവര്, പക്ഷെ ഇത് കണ്ടിട്ട് നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൊറർ മൂവിയാണ്. നല്ല സൗണ്ട് എഫക്റ്റിൽ നല്ല ഇതായിട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അഭിലാഷ് എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ അടിപൊളി ഡയറക്ഷൻ. പിന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ നല്ലതാണ്. കാരണം നമുക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഈ സിനിമ എപ്പോൾ ഇറങ്ങും എന്നുള്ളൊരു ആകാംക്ഷയിലാണ്. കാരണം ഇവിടെ ആ ട്രെയിലർ ലോഞ്ച് കണ്ടവരൊക്കെ ഭയങ്കര ആകാംക്ഷയിലാണ്. കാരണം അത്രയ്ക്ക് എഫക്റ്റ് ആയിട്ടാണ് എടുത്തേക്കണം. പിന്നെ ഇതിൽ പുതിയൊരു നായകനുണ്ട്. പിന്നെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പുതിയ പ്രൊഡ്യൂസറാണല്ലേ? പ്രൊഡ്യൂസർ പുതിയതാണ്. പ്രൊഡ്യൂസർ പുതിയതാണ്. പിന്നെ ഏതായാലും ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാരൊക്കെ വന്നു. ഇങ്ങനെ ഒരു ഹൊറർ മൂവി ഇപ്പൊ നമ്മ മലയാളത്തിൽ ഇപ്പൊ വന്നിട്ട് കുറച്ചായി. ആകാശഗംഗ. പക്ഷെ ഇത് അതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് അതിന്റെ ഇത് കണ്ടത്. പക്ഷെ ഇതിന്റെ എന്താ പറയുക, ഡയറക്ഷൻ ചെയ്യാൻ പറ്റും. അതായത് ഇതിന്റെ ലൊക്കേഷനിൽ ഭയങ്കര അനുഭവമായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം അത്രയ്ക്ക് ഒരു അനുമതിയൊക്കെ എടുത്താണ് ഇവർ അവിടെ ചെയ്തതെന്നാണ് പറഞ്ഞത്. കാരണം 22 ദിവസം പാലക്കാട് ഒരു മനയിൽ അവര് ഉച്ചക്ക് 2 മണിക്ക് പോയിട്ട് പിറ്റേ ദിവസം 2 മണി വരെ അങ്ങനെ അങ്ങനെ എടുത്തെന്നാണ് ഇവിടെ അതിന്റെ ഡയറക്ടർ പറഞ്ഞത്. കാരണം അത്രയ്ക്ക് എഫക്റ്റ് എടുത്തേക്കുന്ന ഒരു ചിത്രമാണ്. അപ്പം അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് ഈ ട്രെയിലറിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാരണം ഡയറക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ഒരു അഭിനേത്രി പറഞ്ഞത്, ഡയറക്ഷന്റെ പണി മാത്രമല്ല ചെയ്തത്, മൊത്തത്തിൽ ഓൾ കവറിങ് തമിഴ്നാട്ടിൽ പോയിട്ട്. അതെ. അപ്പൊ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. കാരണം നമുക്ക് ഇവര് എന്താ പറഞ്ഞത്, ഷൂട്ടിങ്ങിലുള്ളവര്, അതിൽ അഭിനയിച്ചവരും അതിൽ വർക്ക് ചെയ്യുന്നവരും പറയുമ്പോഴാണ് നമുക്കത് വിശ്വാസത തന്നത്. അല്ല വേറൊരാൾ പറഞ്ഞല്ല, അവിടെ അവര് അനുഭവസ്ഥരാണ്. കാരണം അതിലൊരു മെയിൻ കഥാപാത്രം, അതായത് അതിലൊരു നായക കഥാപാത്രത്തിന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന അവര് എല്ലാ ഇതിലും നമ്മൾ സീരിയലിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു കഥാപാത്രം അവർക്ക് കിട്ടിയെന്നുള്ളത് അവർ വിശദമായിട്ട് അതിനെക്കുറിച്ച് ഒരു ഔട്ട്ലൈൻ നമുക്കിവിടെ പറഞ്ഞു ഓഡിയൻസിന്. അപ്പോൾ അത്രയ്ക്കും എഫക്റ്റ് എടുത്ത ഒരു ചിത്രമാണ് ഈ അരൂപി എന്ന ചിത്രം. അതിൻ്റെ ഇത് കാണുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ട്രെയിലർ ലോഞ്ച് ഇന്നിപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വരുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും. അതായത് ഈ അതിഗംഭീരമായിട്ടുള്ളൊരു സിനിമ ഒന്നും യാതൊരു സംശയമില്ല. കാരണം നമുക്കത് കാണുമ്പോൾ അതിൻ്റെ ടെക്നീഷ്യൻ വർക്കൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. എന്തായാലും ഇങ്ങനൊരു, പിന്നെ അവരുടെ ഈ പടത്തിൻ്റെ അവരുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ചും കൂടെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ അപൂർവമായിട്ട് വന്നു. ഇതിൽ സിനിമാ മേഖലയിലുള്ളവർ, പ്രൊഡ്യൂസർമാർ, ലിസ്റ്റ് സ്റ്റീഫൻ, അതുപോലെയുള്ളവർ, കൂടാതെ വിപിൻ ജോർജ്, ഒരുപാട് അഭിനേതാക്കളും ഇതിൽ പങ്കെടുത്ത്. ഏതായാലും ഇതൊരു ഗംഭീര സിനിമയാകും എന്ന് യാതൊരു സംശയമില്ല. എന്തായാലും ഈ അരൂപി എന്ന ഈ ചിത്രത്തിന്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ അഭിനന്ദനം. ഗംഭീരമാകും. താങ്ക് യു. ഓരോ സീനിലും സസ്പെൻസ് മൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വിഷ്വൽ ട്രീറ്റ്മെന്റ്, തിയേറ്റർ എക്സ്പീരിയൻസിനെ കൂടുതൽ ഇന്റൻസ് ആക്കുന്ന ഹൊറർ മൊമെന്റ്സ്, അതിന് കൂടുതൽ സ്ട്രെങ്ത് പകരുന്നത് അമന്റെ വിഷ്വൽസ്, MR രാധാകൃഷ്ണന്റെ ഓഡിയോഗ്രാഫി, കിഷൻ മോഹന്റെ സൗണ്ട് ഡിസൈൻ, ഗോപി സുന്ദറിന്റെ സംഗീതം എന്നിവയാണ്. വൈശാഖ് റെഡ്ഡി നായകനാവുന്ന ചിത്രത്തിൽ നായകന്മാരാവുന്നു. അതോടൊപ്പം പ്രിയതാരങ്ങളായ ജോയ് മാത്യു, സിന്ധു വർമ്മ എന്നിവർ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും അരൂപിയുടെ ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ചിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആദ്യം തന്നെ സംവിധായകനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ആരംഭിക്കാം. ഒരു സിനിമയുടെ പിന്നിൽ ഒരാളുടെ സ്വപ്നവും വർഷങ്ങളായിട്ടുള്ള അനുഭവവും കഠിനാധ്വാനവും ഉണ്ടാവും. 2003 സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന പ്രശസ്ത സംവിധായകൻ TV ചന്ദ്രന്റെ പാഠം 1 ഒരു വിലാപം എന്ന ചിത്രത്തിലൂടെ തന്റെ സിനിമാ യാത്ര ആരംഭിച്ച വ്യക്തിയാണ് നമ്മുടെ സംവിധായകൻ. തുടർന്ന് തീവൻ ശിവകുമാർ, M പത്മകുമാർ സർ, മേജർ രവി തുടങ്ങി നിരവധി പ്രമുഖ സംവിധായകരോടൊപ്പം പ്രവർത്തിച്ച അദ്ദേഹം ഒരു സംവിധായകൻ മാത്രമല്ല, കഴിവുറ്റ ഒരു സിനിമാറ്റോഗ്രാഫർ കൂടിയാണ്. ദേശീയ തലത്തിൽ ജേർണലിസത്തിലും പ്രവർത്തിച്ച അദ്ദേഹം 1.5 വർഷത്തോളം നാഷണൽ ജോഗ്രഫിക്കിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മനോരമ, മെട്രോ വാർത്ത തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിലൂടെ തന്റെ ജേർണലിസ്റ്റിലുള്ള സാന്നിധ്യവും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അരൂപിയുടെ കഥ, തിരക്കഥ, സംഭാഷണം, കൂടാതെ തന്നെ സിനിമയുടെ ഒരു ആത്മാവ് തന്നെ അദ്ദേഹം രൂപപ്പെടുത്തിയതാണെന്ന് നമുക്ക് പറയാം. അപ്പൊ അദ്ദേഹത്തിനെ സ്വാഗതിച്ചതിന് മുമ്പ് പ്രത്യേകം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ള നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒരു പ്രത്യേക സ്വാഗതവും നന്ദിയും കൊടുക്കണം. കാരണം നിങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. മെട്രോ വാർത്തയിലൂടെ, മനോരമയിലൂടെ ഒക്കെ അദ്ദേഹം കടന്നു വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി സമയങ്ങളുണ്ട്. ഏറ്റവും നിറഞ്ഞ കൈഡിയോടുകൂടി അരൂപിയുടെ സംവിധായകൻ ശ്രീ അഭിലാഷ് വാര്യനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ക്ഷണിക്കാം. നമസ്കാരം, ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ്. പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കില്ല. കാരണം പുള്ളിയാണ് നമുക്ക് വേണ്ട എല്ലാം സപ്പോർട്ട് ചെയ്തത്. പ്രദീപ് സാറിന് ഞാനിപ്പോൾ വളരെ എന്താ പറയുക, എൻ്റെ ദൈവപ്പോലെ ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹം എന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ നമുക്ക് അരൂപി എന്ന പടം ഇവിടെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ നീതമായ ആശയിൽ പ്രതിവേട്ടനോട് നന്ദി, പിന്നെ മജു ചേച്ചിയോട് നന്ദി. പിന്നെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന പ്രമുഖ വ്യക്തികളെല്ലാവരും നിങ്ങൾക്ക് അറിയാം. ഞാൻ പ്രത്യേകിച്ച് എല്ലാവരും അനൗൺസ്മെൻറ്റ് ചെയ്യേണ്ട. എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള മരിച്ചുപോയ ദീപൻ സാറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി വരുന്നു അറിഞ്ഞിരുന്നു, പക്ഷേ അവർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മകുമാർ സാറാണ്. പുള്ളിയും പുള്ളിയുടെ വൈഫ് കൂടെ എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ സിന്ധുര ചേട്ടൻ, അതുപോലെ തന്നെ AK സാറ് വന്നിട്ടില്ല. പിന്നെ എല്ലാമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വളരെ വ്യക്തമായ ഒരു ഗൈഡൻസും തന്നത് നമ്മുടെ സെഞ്ച്വറി പിക്ചേഴ്സിനുള്ളതായ കൊച്ചുമൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുള്ളിയുടെ മാനേജറും കൂടെ വന്നിട്ടുണ്ട്. നമസ്കാരം. പിന്നെ നമ്മുടെ പത്മകുമാർ സാറിനെയും വൈഫിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രതിവേട്ട, പ്ലീസ് കം ദ സ്റ്റേജ്. സിന്ധുരേട്ട, പ്ലീസ്. പിന്നെ നമ്മുടെ എല്ലാമായ പ്രതിവേട്ടൻ്റെ അമ്മയെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. പിന്നെ അഞ്ജലി, പ്ലീസ് കം. പിന്നെ നമ്മുടെ സിനിമയുടെ ഒരു ഭാഗമായ സിദ്ധു വർമ്മ, പ്ലീസ് കം. അപ്പം എല്ലാവരെയും ഞാൻ വിളിക്കുന്നില്ല, നമുക്കിവിടെ കുറച്ച് സ്ഥലങ്ങൾ കുറവായതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. പിന്നെ വൈശാഖ്, സ്നേഹ, സാക്ഷി, പ്ലീസ് കം ദ സ്റ്റേജ്. വൈഷ്ണവി സാങ്വാർ, പ്ലീസ് കം സ്റ്റേജ്. അപ്പോൾ എല്ലാവരും എത്തി. നമുക്ക് ആശീർവാദത്തോടെ, എല്ലാവരുടെയും ആശീർവാദത്തോടെ നമുക്ക് ദീപം തെളിയിക്കാം. എല്ലാവരും അനുഗ്രഹിക്കുക പ്ലീസ്. ഭദ്രദീപം. ആദ്യ തിരിതെളിക്കുകയിലേക്ക് കാർത്തിക് സർത്ത് അമ്പേക്ഷരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ അമ്മമാരുടെ അനുഗ്രഹമാണ് ലെക്ചർ മേണ്ടത്. ഒരു തുടക്കത്തിലൊക്കെ നമ്മുടെ അതിഥിയായി പ്രൊഡ്യൂസർ ശ്രീ പ്രദീപ് സർ എപ്പോഴാണ് ആദ്യത്തിൽ തെളിയിക്കുന്നത്. ഓരോ തിരി തെളിയിക്കുമ്പോൾ നല്ലൊരു ക്ലാപ്പ് നമ്മളുടെ ഒരു സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മളിവിടെ സാക്ഷിയാവുന്നത് അനൂപിയുടെ ഓഡിയോ ട്രെയിലർ ലോഞ്ച് ഫംഗ്ഷന്റെ ഇനോഗ്രേഷൻ മാത്രമല്ല, പുനർത്തം പ്രൊഡക്ഷൻസ് മലയാള സിനിമാ രംഗത്തേക്ക് ഈ സിനിമയിലൂടെ കടന്നെത്തുകയാണ്. എന്റെ ലോഞ്ച് കൂടിയാണ്.
അടുത്തതായി നീല സാക്ഷി സിതങ്ങി. പുള്ളിക്കാരി ഹിന്ദിക്കാരി ഫെബ്രുവരി ആദ്യം അറിയില്ല. May I request to say hello with Neha and Sakshi ki like have two heroines in the movie, Neha Chavla and Sakshi. അടുത്ത തിരുതലിക്കിന് വേണ്ടി പാസ്മയെ മഞ്ജുരയെ ക്ഷണിക്കുന്നു. Asna please. ഇനി ലാസ്റ്റ് തിരുതലിക്കിന് വേണ്ടിയിട്ട് നമ്മുടെ സംവിധായകനെ സ്വാഗതം ചെയ്തു. Thank you. With that, the function is inaugurated. രാജ്യത്തെക്കുറിച്ച് നമ്മൾ ചെറിയൊരു വീഡിയോ ഒരുക്കിയിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. Ladies and gentlemen, it's an absolute honor to introduce a visionary leader whose journey seamlessly blends business excellence with a deep commitment to humanity. Sri Pradeep Raj, the driving force behind Pilekana again തന്റെ കരിയർ ആരംഭിച്ചത്. വെറും 3 ശമ്പളത്തിൽ ഒരു എക്സിക്യൂട്ടീവായി തുടങ്ങിയ യാത്ര പിന്നീട് അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനും ഹാമിലേക്കാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത്. വെറും 3 ശമ്പളത്തിൽ ഒരു എക്സിക്യൂട്ടീവായി തുടങ്ങിയ യാത്ര പിന്നീട് അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനും നമസ്കാരം. സിനിമാ ലോകത്തെ മഹത് വ്യക്തികളുടെ മുമ്പിൽ നിന്ന് സ്വന്തം സിനിമയെപ്പറ്റി ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും പറയാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. എൻ്റെ പല സുഹൃത്തുക്കളും ഇവിടെയുള്ള പല സുഹൃത്തുക്കളും അത്ഭുതത്തോടെയാണ് നോക്കുന്നത് എന്നാണ് സിനിമ എടുത്തതെന്ന്. അതിൻ്റെ ആൻസർ നിമിത്തം എന്ന് പറയാം. സത്യം പറഞ്ഞ ഒരു സിനിമയെ കണ്ടു, സിനിമയെ സ്നേഹിച്ചും സിനിമയിൽ ഇൻവോൾവ് ചെയ്ത് സിനിമയുടെ കൂടെ കരയുകയും ചിരിക്കുകയും വില്ലൻ ഒരടി നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ സ്വന്തമായിട്ടൊരു സിനിമ എടുക്കും, അല്ലെങ്കിൽ സിനിമയുമായിട്ട് ഇത്ര ഇൻവോൾവ് ആയിട്ട് സിനിമ മേക്കിങ്ങിൽ പെടുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. താങ്ക്സ് ടു അഭിലാഷ് വാര്യ. അഭിലാഷും വൈസാറ്റിൻ്റെയും കൂട്ടുകെട്ടുകൊണ്ട് അവരുടെ സിനിമ ചെയ്യാനുള്ള അവരുടെ ഇഷ്ടം, അവതരണ ശൈലി, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്കിംഗ്, ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഇന്ന് ഈ സിനിമ കംപ്ലീഷനായി അതിൻ്റെ മ്യൂസിക് ലോഞ്ചിലേക്ക് എത്തിയിരിക്കുന്നത്. ദൈവത്തിന് നന്ദി. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മഹത് വ്യക്തികൾക്കും ആദ്യമായിട്ട് മനസ്സിലുണ്ട് ഞാൻ എല്ലാവർക്കും ഓരോ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇതുപോലുള്ള ഒരു പുതിയ സിനിമാ ലോകത്തെ ആദ്യമായിട്ട് സിനിമ എടുക്കുന്നതും പലരും കണ്ടിട്ടില്ലാത്ത വ്യക്തികളുമായിട്ടുള്ള ഒരു സിനിമാ സംരംഭത്തിന് സപ്പോർട്ട് ചെയ്യാൻ വന്ന വ്യക്തികളുടെ മനസ്സിനെ ഞാൻ ഹാർദവമായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു. അരൂപി ഒരു വ്യത്യസ്തമായ സ്റ്റോറി ടെല്ലിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റു സിനിമകളെ അപേക്ഷിച്ച് ഏതെങ്കിലും രീതിയിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരണം, മറ്റു സിനിമകളിൽ കാണാത്ത രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം കൊണ്ട് ചെയ്ത ഒരു സിനിമയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ രീതിയിൽ അഭിലാഷ് മാക്സിമം അത് ശ്രമിച്ചിട്ടുണ്ട്. അത് നാളെ സിനിമയിൽ മറ്റുള്ളവർ കാണുമ്പോൾ അത് അംഗീകരിക്കുമെന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നു. നന്നായി വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കും. ഒരു സിനിമയ്ക്ക് പ്രത്യേകിച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് മിസ്റ്ററി സ്റ്റോറീസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. BGM-ഉം മ്യൂസിക്കും ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദർ, നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഗോപി സുന്ദറാണ് ചെയ്തിരിക്കുന്നത്. 3 നല്ല സോങ്സ് ഇതിലുണ്ട്, പാട്ടുകളുണ്ട്. ഹരിശങ്കറും സുധി
ഭദ്ര എന്നിവരെ കൊണ്ട് പാടിയിരിക്കുന്ന 3 വ്യത്യസ്തമായ 3 നല്ല പാട്ടുകളുടെ നിങ്ങൾക്ക് ഏവർക്കും അത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഗോപിസുത്ര, അദ്ദേഹത്തിന് നിന്ന് വരാൻ പറ്റി. ഓഫ് കോഴ്സ് ജോയ് മാത്യു, കിരൺ രാജ് ആൻഡ് എവറിബഡി, താങ്ക് യു സോ മച്ച് ഫോർ ട്രസ്റ്റിംഗ് us and coming on board with us and supporting us, spending time with us in difficult task. പലപ്പോഴും ടൈമിംഗ് വൈസും ഷെഡ്യൂളിംഗ് വൈസും വ്യത്യാസമായിരുന്നു, ഞങ്ങളുടേതായിട്ടുള്ള കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. അതിനെല്ലാം ഞങ്ങളുടെ കൂടെ നിന്നതിന് each and everyone, thank you so much. I sincerely appreciate. Thank you once again. സോ പ്ലീസ് ലോഗോ റിവീലിലേക്ക്, ലോഗോ ലോഞ്ചിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിലേക്കായി വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. മലയാള സിനിമയ്ക്ക് ഒരുപാട് ഫിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച് സെഞ്ചുറി പിക്ചേഴ്സിനെ സാർ കൊച്ചുമോൻ സാറിനെ നിറഞ്ഞ കൈയോടുകൂടി പുനർക്ക പ്രൊഡക്ഷൻസിന്റെ ലോഗോ ലോഞ്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശരി.